നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ടിബിക്ക് നൽകിയ കത്ത് ചോർന്ന വിവാദത്തിൽ നിയമ നടപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടപടി MV ഗോവിന്ദന്റെ മകൻ കത്ത് ചോർത്തിയെന്ന ആരോപണത്തിൽ. പരാതി നൽകിയ മുഹമ്മദ് ഷർഷാദിന് വക്കീൽ നോട്ടീസ് പ്രതിച്ഛായയെയും വിശ്വാസ്യതയെയും ബാധിച്ചുവെന്ന് MV ഗോവിന്ദൻ. പരാതി സർക്കാരുമായി ബന്ധമുള്ളതിനാൽ CPM വ്യക്തമായ മറുപടി പറയണമെന്ന് കോൺഗ്രസും BJPയും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശന റെഡ്ഡി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ. വോട്ട് കൊള്ളയിലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധിച്ച് പ്രതിപക്ഷം. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്ക് എതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം പൂർത്തിയായി. റഫറൻസിന് പിന്നിൽ കേന്ദ്രമെന്നും വിധി മറികടക്കാൻ ശ്രമമെന്നും കേരളം. രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കില്ലെന്ന് തമിഴ്നാട്. ഭരണഘടനാപരമായ കാര്യമെന്നും റഫറൻസിന് രാഷ്ട്രപതിക്ക് അധികാരമുണ്ടെന്നും കേന്ദ്രം. ഒരു റേഷൻ കാർഡിന് 20 കിലോ അരി 25 രൂപ നിരക്കിൽ ഓണത്തിന് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. APL BPL വ്യത്യാസമില്ലാതെയാണ് അരി വിതരണമെന്ന് മന്ത്രി GR അനിൽ. വിപണിയിൽ വെളിച്ചെണ്ണ വില കുറച്ചുകൊണ്ടുവരാനുള്ള നടപടികൾ തുടരുകയാണെന്നും മന്ത്രി. ഓണക്കിറ്റ് വിതരണം ഈ മാസം 26 മുതൽ. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും. വൻ നാശനഷ്ടം. ഗംഗ യമുന നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ. ജാഗ്രതാ നിർദ്ദേശം. മഴക്കെടുതിയിൽ മഹാരാഷ്ട്രയിൽ 7 മരണം. 7 ജില്ലകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് 2 ദിവസം അതിതീവ്ര മഴ. ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് നായകൻ. ശുഭ്മൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ. യശസ്വി ജയ്സ്വാളും ശ്രേയസ് അയ്യരും പുറത്ത്. ഏകദിന ലോകകപ്പിനും ഓസ്ട്രേലിയൻ ഏകദിന പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെയും പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗർ നയിക്കും. മലയാളി താരം മിന്നുമണിയും ഷെഫാലി വർമ്മയും ടീമിലില്ല. വിവാദ കത്ത് പുറത്തുവിട്ട് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു. തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എതിരെയാണ് MV ഗോവിന്ദൻ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഈ വിവാദ കത്ത് പുറത്തു വന്നത് പാർട്ടിക്ക് തന്നെ വലിയൊരു തലവേദനയായി മാറി. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? നേരത്തെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ കത്ത് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് ശുദ്ധ അസംബന്ധമാണ് എന്ന കാര്യമാണ് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. തനിക്കും തന്റെ മകനുമെതിരെയുള്ള ആരോപണങ്ങളിലാണ് ഇപ്പോൾ ചെന്നൈ വ്യവസായിയായിട്ടുള്ള മുഹമ്മദ് അർഷാദിനെതിരെ അദ്ദേഹം നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാനനഷ്ടത്തിന് നോട്ടീസ് നൽകും. നിയമ നടപടികളിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ 3 ദിവസത്തിനകം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പിൻവലിക്കണം. ഒപ്പം തന്നെ തന്നോട് ക്ഷമ പറയുകയും വേണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ദൃശ്യ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെയായി അച്ചടി മാധ്യമങ്ങളിലുമൊക്കെയായി തനിക്കെതിരെ വന്നിട്ടുള്ള വാർത്തകൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നോട്ടീസ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. 3 ദിവസത്തിനകം ഇതിന് മറുപടി നൽകാത്ത പക്ഷം നിയമപരമായ നടപടികളിലേക്ക് കടക്കും എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും തനിക്കും തന്റെ മകനുമെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഒപ്പം തന്നെ അപകീർത്തികരമായ തനിക്കെതിരെ വളരെ അപകീർത്തികരമായ ഒരു ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. അത്തരത്തിൽ തനിക്ക് വന്നിട്ടുള്ള മാനനഷ്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുമ്പ് 17/5/2024 ഇതിലൊരു ഓൺലൈൻ മാധ്യമത്തിന് മുഹമ്മദ് അർഷാദ് നൽകിയ അഭിമുഖത്തിലും ഇതുപോലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും കുടുംബത്തിനെതിരെയും മറ്റു നേതാക്കൾക്കെതിരെയും ഇതേ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ആ സമയത്തും 17/5/2024 ഇത്തരത്തിൽ ഇത് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തിന് ഇദ്ദേഹം കത്ത് നൽകിയിരുന്നു. ആ കത്ത് കൂടി ഇതിനകത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കത്ത് നേരത്തെ നൽകിയിരുന്നതാണ്. ആ കത്ത് അത്തരത്തിലൊരു കത്ത് പാർട്ടിക്ക് നൽകിയത് നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഈ ആരോപണങ്ങളുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും 3 ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി നൽകുകയും തന്നോട് ക്ഷമ ചോദിക്കുകയും ഈ ആരോപണങ്ങൾ പിൻവലിക്കുകയും വേണം എന്ന ആവശ്യമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം നിയമപരമായ നടപടിയിലേക്ക് നീങ്ങും
എന്നും അദ്ദേഹം നൽകിയ നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി, തനിക്കും തന്റെ കുടുംബത്തിനും എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയാണ് എം വി ഗോവിന്ദൻ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചത്. രജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. CPM നേതാക്കളുടെയും മന്ത്രിമാരുടെയും സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ചെന്നൈ വ്യവസായി PBക്ക് നൽകിയ പരാതി ചോർന്നതുമായി ബന്ധപ്പെട്ട വിവാദം പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചെങ്കിലും അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് പാർട്ടിയുടെ നീക്കം. CPM നേതാക്കൾ വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും BJPയും. കത്ത് വിവാദം അസംബന്ധമാണെന്നും പ്രതികരിക്കാനില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയതോടെ CPM നേതാക്കളും പ്രതികരണവുമായി എത്തി. വിവാദത്തെ പുച്ഛിച്ചു തള്ളുന്നുവെന്നാണ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ ആക്രമിക്കപ്പെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കത്ത് ചോർന്നിട്ടില്ല, ആരും ചർച്ച ചെയ്തിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി ഒന്നുമില്ല. ഇത്ര സത്യസന്ധനായ മനുഷ്യൻ കേരള രാഷ്ട്രീയ രംഗത്ത് നിന്ന് ജ്വലിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഗോവിന്ദൻ മാഷയെ പറ്റി എന്ത് ധാരണപക്ഷ ആർക്കുള്ള എതിരാളികൾക്കുണ്ടോ? കത്ത് ചോർച്ചയിൽ പ്രതികരിക്കാനില്ലെന്ന് ബിനോയ് വിശ്വം. തനിക്ക് മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ എന്നും അതിനാൽ പ്രതികരിക്കുന്നില്ല എന്നും പറഞ്ഞു. എല്ലാം പത്രവാർത്തകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് അശേഷ സ്നേഹമില്ലാത്ത, തരം കിട്ടുമ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഒന്ന് കൊച്ചാക്കാനോ കുത്താനോ ശ്രമിക്കുന്ന പത്രങ്ങൾ ഞാൻ പലതും വായിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. കത്ത് വിവാദത്തിൽ CPM മറുപടി പറയുന്നില്ലെന്ന് VD സതീശൻ ആരോപിച്ചു. CPM ഉത്തരമുട്ടി നിൽക്കുകയാണ് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. ഒരാളും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെയാണ്. അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. CPM അതിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ആ രേഖകളിലും അതിലുന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും നിഷേധിക്കാൻ CPM പാർട്ടിക്ക് കഴിയില്ല. ആരോപണങ്ങളെ അവഗണിച്ചാൽ ശക്തമായ സമരം നടത്തുമെന്ന് K മുരളീധരനും പറഞ്ഞു. അതിനെ അവഗണിക്കുക എന്നാണ് CPM തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള സമരവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും. പരാതി ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പറയേണ്ടത് CPM ആണെന്ന് BJP ജനറൽ സെക്രട്ടറി MT രമേശ്. സർക്കാർ പദ്ധതികളിൽ വിദേശ കമ്പനികളെ ഉൾപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും MT രമേശ് ആരോപിച്ചു. വിദേശ വ്യവസായികളുടെ കള്ളപ്പണം വെളുപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് P. സുദർശന റെഡ്ഡി പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. DMK MP തിരുച്ചി ശിവ, ISRO മുൻ ശാസ്ത്രജ്ഞൻ മയിൽസ്വാമി അണ്ണാദുരൈ, തുഷാർ ഗാന്ധി എന്നീ പേരുകൾ മറികടന്നാണ് മുൻ ജസ്റ്റിസിലേക്ക് പ്രതിപക്ഷമെത്തിയത്. കോൺഗ്രസാണ് സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വെച്ചത്. മറ്റു പേരുകൾ എതിർപ്പറിയിച്ച തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ ഈ പേരിന് പിന്തുണ പ്രഖ്യാപിച്ചു. സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിൽ കൂടിയും ആം ആദ്മി പാർട്ടിയും സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. मुझे खुशी होती है कि सभी अपोजिशन पार्टी एक होकर एक नाम पे अगर मिल के लड़ने के लिए तैयार है तो ये बहुत बड़ा अचीवमेंट डेमोक्रेसी का और लोकतंत्र का है. 1946 ജൂലൈ 8 ആന്ധ്രാപ്രദേശിലാണ് സുദർശൻ റെഡ്ഡിയുടെ ജനനം. 1971 ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശ് ബാർ കൗൺസിലിൽ അഭിഭാഷകനായി ചേർന്നു. 1995 മെയ് 2 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ സ്ഥിരം ജഡ്ജിയായി നിയമിതനായി. പിന്നീട് 2005 ഡിസംബർ 5 ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും 2007 മുതൽ 2011 ജൂലൈ 8 വരെ സുപ്രീം കോടതി ജഡ്ജിയായും പ്രവർത്തിച്ചു. ഗോവ ലോകായുക്തയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പൊതുസ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന BJP നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. 21 സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിന്മേൽ സുപ്രീം കോടതി വാദം തുടങ്ങി. റഫറൻസിന് പിന്നിൽ കേന്ദ്രമെന്ന് കേരളം പറഞ്ഞു. അതേസമയം റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് തമിഴ്നാടിന്റെ വാദം. എന്നാൽ റഫറൻസ് നൽകാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ടെന്നും സമയപരിധി നിശ്ചയിച്ചതിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്ന ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് തമിഴ്നാട് നൽകിയ ഹർജിയിലാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ 3 മാസത്തെ സമയപരിധി സുപ്രീം കോടതി നിശ്ചയിച്ചത്. ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു വിധി.
പിന്നീട് ഗവർണർക്കെതിരെ കേരളം നൽകിയ ഹർജിയിലും ഇതേ വിധി പ്രാബല്യത്തിൽ വന്നു. ഇതോടെയാണ് കേന്ദ്രവും രാഷ്ട്രപതി ഭവനും സുപ്രീംകോടതി വിധി ചോദ്യം ചെയ്തത്. വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയപ്പോൾ രാഷ്ട്രപതി റഫറൻസ് നൽകുകയാണ് ഉണ്ടായത്. 14 കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയത്. റഫറൻസിന്മേൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും വാദമാണ് നടന്നത്. രാഷ്ട്രപതിയുടെ റഫറൻസ് കേന്ദ്ര സർക്കാരിന്റേതാണെന്നും സുപ്രീംകോടതി വിധി മറികടക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നും കേരളത്തിനു വേണ്ടി വാദിച്ച മുതിർന്ന അഭിഭാഷകൻ കെ വേണുഗോപാൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് തമിഴ്നാടിന്റെ വാദം. 2 അംഗ ബെഞ്ചിന്റെ വിധിയെ റഫറൻസിലൂടെ പുനഃപരിശോധിക്കാനാകില്ല. എന്നാൽ റഫറൻസ് അയക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. മുൻപും ഇത്തരത്തിൽ റഫറൻസുകൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനായി എജിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമാണ് ഹാജരായത്. ഭരണഘടനാ അനുച്ഛേദം 200, 201 എന്നിവ പ്രകാരമാണ് ഗവർണറും രാഷ്ട്രപതിയും ബില്ലുകളിന്മേൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നത്. അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഈ സമയപരിധി ഏർപ്പെടുത്തണമെങ്കിൽ അനുച്ഛേദം തന്നെ ഭേദഗതി ചെയ്യേണ്ടി വരുമെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളിലെയും അതിർത്തി വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ചുമതലപ്പെടുത്തിയ പ്രത്യേക പ്രതിനിധികളാണ് വാങ് യിയും ഡോവലും. പ്രധാനമന്ത്രിയുമായും വാങ് യി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ചൈനീസ് പ്രതിനിധി ഇന്ത്യയിലെത്തിയത്. ഓഗസ്റ്റ് 29-ന് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത്. അതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടക്കുന്ന ഈ കൂടിക്കാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുകയും അമേരിക്കയുമായുള്ള ബന്ധത്തിൽ പിരിമുറുക്കം കൂടുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. ഒരു റേഷൻ കാർഡിന് 20 കിലോ അരി കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ ഓണത്തിന് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. APL BPL വ്യത്യാസമില്ലാതെയാണ് അരി വിതരണം. വിപണിയിൽ വെളിച്ചെണ്ണ വില കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ തുടരുകയാണ് എന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഈ മാസം 26 മുതൽ ആരംഭിക്കും. സംഘപരിവാർ ശക്തികളോട് താൽപ്പര്യമുള്ളവരെ താക്കോൽ സ്ഥാപനങ്ങളിൽ നിയമിക്കാനുള്ള നടപടികളാണ് ചാൻസലറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ തീർത്തും അവഗണിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. VC നിയമനം കോടതിക്ക് മുന്നിൽ എത്തിയത് ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ശാഠ്യം കാരണമാണ്. ഏകപക്ഷീയമായ നിലപാട് എടുത്തു പോകാനാണ് ഗവർണർ ശ്രമിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി നടപടി. പരാതിക്കാരിയുമായി ഉണ്ടായിരുന്ന ബന്ധം ഉഭയസമ്മതപ്രകാരമായിരുന്നു എന്നാണ് വേടന്റെ വാദം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് താമരശ്ശേരിയിൽ മരിച്ച പെൺകുട്ടിയുടെ സഹോദരനും രോഗലക്ഷണങ്ങൾ. പ്രാഥമിക ഫലം നെഗറ്റീവാണ്. കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിനായി 7 വയസ്സുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മസ്തിഷ്ക ജ്വരം ബാധിച്ച അന്നശ്ശേരി സ്വദേശികളായ 3 മാസം പ്രായമുള്ള കുഞ്ഞും 49-കാരനും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് താമരശ്ശേരി സ്വദേശിയും 4ാം ക്ലാസ്സുകാരിയുമായ അനയ രോഗം ബാധിച്ച് മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമായിരുന്നെന്ന് കണ്ടെത്തിയത്. പിന്നാലെ വീട്ടിൽ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിളുകളടക്കം ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. തൊട്ടു പിന്നാലെയാണ് സഹോദരനിലും രോഗലക്ഷണങ്ങൾ കണ്ടത്. പ്രാഥമിക ഫലം നെഗറ്റീവാണെങ്കിലും ഡോക്ടർമാർ തുടർ പരിശോധനകൾ നടത്തുന്നുണ്ട്. സാധാരണയായി വെള്ളത്തിൽ കാണപ്പെടുന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചാലും നീന്തുന്നവരിലും രോഗബാധയ്ക്ക് സാധ്യതയുണ്ട്. പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണമുള്ളവർ ജലാശയത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടർമാരെ അറിയിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണമുള്ള പ്രദേശങ്ങളിലെ കിണറുകളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. പൊതുജനം ദേശീയപാതയിൽ കുരുക്കിലമർന്ന് നരകിക്കുമ്പോഴും അനക്കമില്ലാതെ ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും. ദിവസങ്ങളായി തുടരുന്ന ദേശീയപാതയിലെ കുരുക്കിന് ഇന്നും പൂർണ്ണ പരിഹാരമായില്ല. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ 4ഇടത്താണ് മേൽപ്പാല നിർമ്മാണം നടക്കുന്നത്. മേൽപ്പാല നിർമ്മാണം ആരംഭിച്ച അന്നു മുതൽ ദേശീയപാതയിലൂടെയുള്ള യാത്ര നരകസമാനമാണ്.
4 ആഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നും അതുവരെ ടോൾ പിരിക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവ് വന്ന 2 ആഴ്ച കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ പുരോഗതിയില്ല. നാമമാത്രമായ ജോലിക്കാരുമായുള്ള നിർമ്മാണം അടുത്തൊന്നും കഴിയുന്ന മട്ടുമില്ല. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ടോൾ പിരിവിനെതിരെ ഹാജരാകാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടംകണ്ടത്ത് ആരോപിച്ചു. അതിശക്തമായ രീതിയിൽ വാദം നടന്നു സുപ്രീം കോടതിയിൽ. ദേശീയപാത അതോറിറ്റിയുടെ അപ്പീലും കരാർ കമ്പനിയുടെ അപ്പീലും 2 അപ്പീലുകളും അവർക്ക് വേണ്ടി വന്ന അഭിഭാഷകർ ശക്തമായ രീതിയിൽ വാദിച്ചു. ഞാൻ ഏർപ്പാട് ചെയ്ത ജയന്ത് മുത്തുരാജ് എന്ന് പറഞ്ഞ അഭിഭാഷകനാണ് എതിർഭാഗത്തു നിന്നുണ്ടായ ആകെ ഒരു അഭിഭാഷകൻ. എന്നാൽ നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്നാണ് സംസ്ഥാന സർക്കാർ ഒരു അഭിഭാഷകനെ പോലും വെച്ചില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒരു വില കൽപ്പിക്കാതെ കരാർ കമ്പനിക്കും ദേശീയപാത അതോറിറ്റിക്കും ഒത്താശ ചെയ്തു കൊടുക്കാമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദേശീയപാതയിൽ കഴിഞ്ഞ 2 ദിവസം വലിയ ബ്ലോക്കാണ് രൂപപ്പെട്ടത്. ഇന്നും ദേശീയപാതയിലൂടെയുള്ള യാത്ര ഗതാഗതക്കുരുക്ക് നിറഞ്ഞതായിരുന്നു. ടോൾ പിരിക്കുന്നതിൽ നിന്ന് 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ ടോൾ ബൂത്തിലെ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും കമ്പനി ഒഴിവാക്കിയിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാൻ പങ്കെടുക്കുന്നതിലെ പ്രതിഷേധിച്ച് തൃശൂരിലെ സർവ്വദേശീയ സാഹിത്യോത്സവത്തിലെ സെഷൻ ഒഴിവാക്കിയത് സ്ഥിരീകരിച്ച് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കവി കെ സച്ചിദാനന്ദൻ. പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് സെഷൻ ഒഴിവാക്കിയത്. അനുപമ വിഷയത്തിൽ ഷിജു ഖാന് ഒരു ഭൂതകാലമുള്ളതായി തനിക്ക് അറിവില്ലായിരുന്നു. പലരും തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഷിജുവിന്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും സച്ചിദാനന്ദൻ പ്രതികരിച്ചു. ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ഉണ്ട്. എനിക്കും അത് വാസ്തവത്തിൽ ഇതൊരു പഴയ ഇഷ്യൂ ആണല്ലോ എന്നുള്ള പേഴ്സണലി എൻ്റെ ഫീലിംഗ് അതാണ്. എത്ര കാലം നമ്മൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഒക്കെ എനിക്ക് പേഴ്സണലി ഉണ്ട്. പക്ഷേ പൊതുവെയുള്ള ഒരു അഭിപ്രായം ഇവിടെ ഒരു ബഹളം ഉണ്ടാവാതിരിക്കാൻ അങ്ങനൊരു സെഷൻ ഒഴിവാക്കാൻ നല്ല പൊതുവായൊരു കാരണം BJP-ക്കാർ ത്രെറ്റുണ്ട്. മറ്റു പലരുടെയും അവർ വന്ന് ജാഥ നടത്തും. മറ്റേ അനുപമ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു ഭീഷണിയുണ്ട്. അവർ വന്നിട്ട് വീഡിയോ എടുക്കുക എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കാണ് നല്ലത് എന്നുള്ളത് അറിയിച്ചു. അല്ലാത്തൊരു ക്യാൻസൽ ചെയ്തു എന്നുള്ള മറ്റുള്ള ഷെഡ്യൂളാണ്. പ്രശ്നം ഒഴിവാക്കൽ തന്നെയാണ് സ്വാഭാവികമായിട്ട്. ഇങ്ങനെ ഒരു ഉത്സവം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രകടനവും എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടാവുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. ചികിത്സയ്ക്കായി സിനിമയിൽ നിന്ന് അവധിയെടുത്ത മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ. താരം വീണ്ടും സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. സന്തോഷം പങ്കുവച്ച് താരങ്ങളും രംഗത്തെത്തി. ഇന്ന് രാവിലെയോടെയാണ് എല്ലാ ടെസ്റ്റുകളുടെയും ഫലങ്ങൾ പുറത്തു വന്നത്. മമ്മൂട്ടിയുടെ രോഗസൗഖ്യം സൂചിപ്പിച്ച സോഷ്യൽ മീഡിയയിൽ ആദ്യം പോസ്റ്റിട്ടത് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ആയിരുന്നു. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടു. ദൈവമേ നന്ദി എന്നായിരുന്നു ആൻഡോ ജോസഫിന്റെ പോസ്റ്റ്. നിമിഷനേരം കൊണ്ട് ആരാധകർ പോസ്റ്റ് ഏറ്റെടുത്തു. മോഹൻലാൽ മമ്മൂട്ടിക്ക് മുത്തം കൊടുക്കുന്ന പഴയൊരു ചിത്രമാണ് പങ്കുവച്ചത്. മമ്മൂട്ടിയുടെ രോഗമുക്തിയിൽ സന്തോഷം പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകളായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും. മന്ത്രിമാരും ദേശീയ നേതാക്കളും അടക്കം മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ കുറിപ്പുകളിട്ടിട്ടുണ്ട്. ചെന്നൈയിലെ ചികിത്സയ്ക്ക് ശേഷം മമ്മൂട്ടി കേരളത്തിലേക്ക് ഉടൻ തിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. സെപ്റ്റംബറിൽ മഹേഷ് നാരായണൻ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്ന് താരത്തോടടുത്തുള്ള വൃത്തങ്ങൾ അറിയിച്ചു. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് തിയേറ്ററിലെത്തുന്ന അടുത്ത മമ്മൂട്ടി ചിത്രം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ലോകം ഉറ്റുനോക്കിയ ട്രംപ് സെലൻസ്കി ഉച്ചകോടിയിൽ സമാധാന പ്രഖ്യാപനം ഉണ്ടായില്ല. വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങളിലും ധാരണയായില്ല. അതേസമയം ചർച്ചകൾ ഫലപ്രദമായാണ് അവസാനിച്ചതെന്ന് ട്രംപ് പ്രതികരിച്ചു. സമാധാന ശ്രമങ്ങൾക്ക് സെലൻസ്കി നന്ദി അറിയിക്കുകയും ചെയ്തു. റഷ്യയുമായി സമാധാന കരാറിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഉച്ചകോടി പ്രഖ്യാപനങ്ങളില്ലാതെ അവസാനിച്ചു. എന്നാൽ യുക്രൈന് ഭാവിയിൽ സുരക്ഷാ ഉറപ്പ് നൽകാൻ ധാരണയായി. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇതിൽ പങ്കുവഹിക്കും. ചർച്ചയ്ക്കിടെ 40 മിനിറ്റോളം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ഭൂമി വിട്ടുകൊടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സെലൻസ്കി പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ച ഒരുക്കുമെന്ന് ട്രംപ് അറിയിച്ചു. വേദി പിന്നീട് തീരുമാനിക്കും.
റഷ്യ ഉക്രൈൻ നേർക്കുനേർ ചർച്ചയെന്ന ആശയത്തെ പുടിൻ അംഗീകരിച്ചെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറെന്ന് സെലൻസ്കിയും അറിയിച്ചു. അതേസമയം സമാധാന ശ്രമങ്ങൾക്ക് സെലൻസ്കി നന്ദി അറിയിച്ചു. വെടിനിർത്തൽ അടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, ഉക്രൈൻ ത്രികക്ഷി സമ്മേളനം നടത്തും. എന്നാൽ ആദ്യം വെടിനിർത്തൽ വേണമെന്ന് ജർമ്മനിയും ഫ്രാൻസും ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അലാസ്കയിൽ നടന്ന പുടിൻ ട്രംപ് ഉച്ചകോടിക്ക് ശേഷമാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്നത്. ഫെബ്രുവരിയിൽ നടന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച വാക്കുതർക്കത്തിൽ കലാശിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറെന്ന ഹമാസ് നിർദ്ദേശം തള്ളി ഇസ്രായേൽ. ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. യുദ്ധം നിർത്തില്ലെന്നും ഗാസ പൂർണ്ണമായി പിടിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. മധ്യസ്ഥരായ ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച സമാധാന നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചിരുന്നു. 60 ദിവസത്തേക്ക് വെടിനിർത്തിയാൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലി പൗരന്മാരെ മോചിപ്പിക്കാമെന്നായിരുന്നു ഹമാസ് പറഞ്ഞത്. എന്നാൽ ഗാസ സിറ്റി പിടിച്ചെടുക്കുമെന്ന ഭയം കൊണ്ടാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറായതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. കോഴിക്കോട് മുക്കം അഗസ്ത്യമൂഴിയിൽ റോഡിലെ കുഴി അടയ്ക്കാൻ വന്ന PWD കരാർ ജീവനക്കാരെ തടഞ്ഞ് നാട്ടുകാർ. അഗസ്ത്യമൂഴി അങ്ങാടിയിലെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ടാറിട്ട റോഡിലെ കുഴിയിൽ കോൺക്രീറ്റ് ഇട്ട് അടയ്ക്കാൻ വന്നവരെയാണ് നാട്ടുകാർ തടഞ്ഞത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച റോഡിലാണ് വലിയ കുഴി രൂപപ്പെട്ടത്.